നമസ്കാരം. അങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു. റാണ സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു റാണ ഇന്ന് ടീമിലെടുത്തിട്ട് ഹർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കുകയായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ നിരാശയായിരുന്നു. റാണയെ കളിപ്പിച്ചതുകൊണ്ടല്ല, ഹർഷ്ദീപ് സിംഗ് ടീമിൽ ഇല്ലാതിരുന്നുണ്ട്. പക്ഷേ റാണ ഇന്ന് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഫസ്റ്റ് സ്പെല്ലായിക്കോട്ടെ, അതുപോലെ തന്നെ വന്ന് ഫിനിഷ് ചെയ്ത ലാസ്റ്റ് സ്പെല്ലായിക്കോട്ടെ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. പക്ഷേ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന പ്രസിദ്ധ് കൃഷ്ണ അത്ര നന്നായിട്ട് ബോൾ ചെയ്തില്ല. പക്ഷേ ഒരുപക്ഷെ റെസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം, ഇതുവരെ മാച്ച് പ്രാക്ടീസ് ഇല്ലാതിരുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിപ്പോയി പ്രസിദ്ധ് കൃഷ്ണ. ബാക്കി എല്ലാവരും സൂപ്പറായിട്ട് ബോൾ ചെയ്തു. വാഷിംഗ്ടൺ സുന്ദർ സൂപ്പറായിട്ട് ബോൾ ചെയ്തു, 2 വിക്കറ്റ് ഇട്ടു. റാണ 4 വിക്കറ്റ് ഇട്ടു. അതുപോലെ തന്നെ ഹർഷ്ദീപ് സിംഗ് സൂപ്പറായിട്ട് എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്തു, 1 വിക്കറ്റ് ഇട്ടു. കുൽദീപ് യാദവ് ദ സൂപ്പർ ഹീറോ ടീമിലേക്ക് വന്നപ്പോൾ തന്നെ 1 വിക്കറ്റ് ഇട്ടുള്ളൂ. പക്ഷേ ആ ടീമിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു മാറ്റം, ആ മിഡിൽ ഓവേഴ്സിൽ പ്രത്യേകിച്ച് ഉണ്ടായ മാറ്റം ഭയങ്കരമായിരുന്നു. റൺസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് നമ്മൾ കണ്ടു. ഓസ്ട്രേലിയ റൺസ് എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരു സൈഡിൽ നിന്ന് കുൽദീപ് യാദവ് ഉള്ളതുകൊണ്ട് തന്നെ പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. റൺസ് ഡ്രൈ അപ്പ് ആയി. വേറൊരു സൈഡിൽ നിന്ന് അക്സർ പട്ടേലിനും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനും ഒക്കെ വിക്കറ്റ് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. കുൽദീപ് യാദവ് എഫക്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബോളിങ്ങിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സിഡ്നി പിച്ച് കുറച്ചും കൂടെ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണെന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. എങ്കിൽ പോലും കുൽദീപ് യാദവ് കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ഇന്ത്യൻ ബോളിംഗ് നിരയിലേക്ക്. ഇന്ത്യ സൂപ്പറായിട്ട് തന്നെ ബോൾ ചെയ്തു. ക്യാപ്റ്റൻസിയും കുറ്റം പറയാനായിട്ടില്ല. നല്ല രീതിയിൽ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തു. പ്രത്യേകിച്ചും കുൽദീപ് യാദവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രീതിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. ആദ്യം കുൽദീപ് യാദവിനെ പെട്ടെന്ന് കുറച്ച് നേരത്തെ കൊണ്ടുവന്നതായിട്ട് തോന്നി. പക്ഷേ അവിടെ ചെറിയൊരു സ്പെല്ല് എറിഞ്ഞിട്ട് മാറ്റി നിർത്തി. പിന്നീട് അക്സർ പട്ടേലിനെയും അതുപോലെ വാഷിംഗ്ടൺ സുന്ദറിനെയും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. ഹർഷിത് റാണ സൂപ്പറായിട്ട് തന്നെ ബോൾ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു 2 വിക്കറ്റ്, അതായത് ആ ഒരു ഹെവി ബോൾ ഉണ്ടല്ലോ, അടിച്ചെറിയുന്ന ആ ബോളിലെടുത്ത 2 വിക്കറ്റ്, ഒന്ന് മിച്ചൽ ഓവൻ്റെ വിക്കറ്റ്, അതുപോലെ തന്നെ അലക്സ് കാരിയുടെ വിക്കറ്റ്, അത് രണ്ടും സൂപ്പർ വിക്കറ്റായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റിൽ വന്നിട്ട് എടുത്ത ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കൂപ്പർ കൊന്നോളിയുടെ വിക്കറ്റ്, ആ ഒരു സ്ലോ ബോളിലെടുത്ത വിക്കറ്റ്, അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിരുന്നു. അവിടെ ഒരു 30 അല്ലെങ്കിൽ 25 റൺസ് എക്സ്ട്രാ വന്നിരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് പണിയായിട്ട് മാറിയേനെ. അവിടെ ആ വിക്കറ്റ് എടുത്തതും പെട്ടെന്ന് തന്നെ ഹേസൽവുഡിനെ യോർക്കർ എറിഞ്ഞ് ഫിനിഷ് ചെയ്തതും വളരെ നന്നായിരുന്നു. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ്. വിമർശകർക്കൊക്കെ ഉള്ളൊരു മറുപടി തന്നെയാണ്. ഞാനടക്കം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹർഷിതാണ് എന്തുകൊണ്ട് കളിപ്പിക്കുന്നു. പക്ഷേ ഹർഷ്ദീപ് സിംഗിനെ ടീമിൽ എടുക്കാതിരുന്നത് ഒരു ന്യായമല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കും. കാരണം കഴിഞ്ഞ മാച്ചിൽ ഹർഷ്ദീപ് സിംഗ് നന്നായിട്ട് തന്നെ ബോൾ ചെയ്തൊരു ബോളർ തന്നെയായിരുന്നു. എന്തായാലും ഇന്ത്യ നല്ല രീതിയിലാണ് ഇന്ന് ബോൾ ചെയ്തത്. ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു 236 എന്ന് പറഞ്ഞാൽ വളരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സ്കോറിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്രേയസ് അയ്യർ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാച്ച് എടുത്തു. വിരാട് കോഹ്ലി ഒരു സൂപ്പറായിട്ട് ക്യാച്ച് എടുത്തു. ഇന്ത്യ ഫീൽഡിങ്ങിൽ അടിപൊളി തന്നെയായിരുന്നു. ഗ്രൗണ്ട് ഫീൽഡിങ് അടിപൊളിയായിരുന്നു. പക്ഷേ ഗില്ല് ആദ്യം ഒരു റൺഔട്ട് ചാൻസ് മിസ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഫീൽഡിങ്ങിലും ഇന്ത്യ കുറച്ചും കൂടെ ഒരു ബെറ്റർ എനർജി നമുക്ക് ഫീൽ ചെയ്തു. കഴിഞ്ഞ കളിയിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഫീൽഡിലുള്ളൊരു എനർജി വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ഫസ്റ്റ് ഇന്നിങ്സിൽ ഫിനിഷ് ചെയ്യാൻ ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രേയസ് അയ്യറിൻ്റെ പരിക്ക്, ആ ക്യാച്ച് എടുത്തപ്പോൾ പറ്റിയ ഒരു ഹിപ്പിന് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ ടെൻഷനായിട്ടിരിക്കുന്നുണ്ട്. ബാറ്റ് ചെയ്യാൻ വരുമോ എൻ്റെ ഒരു അപ്ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. വലിയ കുഴപ്പമില്ലാത്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഓസ്ട്രേലിയയുടെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കം അവർ ഗംഭീരമായിട്ടാണ് തുടങ്ങിയത്. ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ തുടങ്ങി. അവിടെ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് തന്നത് സിറാജിക്കാണ്. സിറാജ് സൂപ്പറായിട്ട് അന്നേരം ബോൾ ചെയ്തിരുന്നു. എക്കണോമിക്കലായിട്ട് തന്നെ സിറാജ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇടയ്ക്കൊക്കെ ഫസ്റ്റ് ഒരു ഫ്യൂ അവേഴ്സ് ഇന്ത്യ നല്ല ടൈറ്റായിട്ട് തന്നെ എറിഞ്ഞ് പിന്നീട് അവർ റൺസ് കണ്ടെത്താനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഈ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമോ. അതിനുശേഷം ഷോട്ടും മിച്ചം മാഷും കൂടെ ചേർന്നിട്ട് ആ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ റെഗുലർ ഇൻ്റർവെൽസിൽ ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിച്ചു. റൺഷോ ഇന്ന് സൂപ്പറായിട്ട് തന്നെ ബാറ്റ് ചെയ്തു. എങ്ങനെയാണോ കഴിഞ്ഞ കളിയിൽ ബാറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ കളിയിലും സൂപ്പറായിട്ട് തന്നെ ബാറ്റ് ചെയ്തു. വളരെ ഈസി ആയിട്ടാണ് പുള്ളി റൺ എടുക്കുന്നത്. സിംഗിൾസ് എടുത്ത് ഫസ്റ്റ് ബോൾ തൊട്ട് പെട്ടെന്ന് വന്നിട്ടൊരു 2 റണ്ണാണ് ഫസ്റ്റ് ബോൾ എടുക്കുന്നത്. അത് റിവേഴ്സും സ്വീപ്പ് എന്തോ കളിച്ചിട്ടാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്ന റൺഷോ വിക്കറ്റ് എടുത്ത് വാഷിംഗ്ടൺ സുന്ദറായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യലായിട്ട് 1-2 വിക്കറ്റ്സ് ഉണ്ടോ. ഒന്ന് ഹെഡിൻ്റെ വിക്കറ്റ് സിറാജ് എടുത്തത്, ആ ബ്രേക്ക് ത്രൂ ആയിരുന്നു. ഈ റൺഷോയുടെ വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദർ എടുത്തത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫേസിൽ വന്നിട്ട് കൂപ്പർ കൊന്നോളി അവിടെ നിന്നിരുന്ന ഒരു 10, 20, 25 റൺസ് കൂടെ ചേർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്ലോവർ ബോൾ എറിഞ്ഞ് റാണ കൂപ്പർ കൊന്നോളിയുടെ വിക്കറ്റ് എടുത്തതും വളരെ ക്രൂഷ്യലായി. എല്ലാവരും എക്കണോമിക്കലായിട്ട് തന്നെ എറിഞ്ഞത്. പ്രത്യേകിച്ചും അക്സർ പട്ടേൽ സൂപ്പർ എക്കണോമിക്കലായിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ വളരെ എഫക്റ്റീവായിട്ട് എറിഞ്ഞു. കുൽദീപ് യാദവ് അത്ര എക്കണോമിക്കൽ അല്ലെങ്കിൽ പോലും കുൽദീപ് യാദവ് എഫക്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്നിങ്സിൽ ബോൾ ചെയ്തപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ബോളിംഗ് ടീമിൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിൽ ആ ഒരു കുൽദീപ് യാദവ് ഉണ്ട് മിഡിൽ ഓവേഴ്സ് എന്നുള്ളൊരു പേടി തീർച്ചയായിട്ടും ഒരു എഫക്റ്റായിട്ട് തീർച്ചയായിട്ടും മിഡിൽ ഓവേഴ്സിൽ ഇന്ത്യക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിച്ചൽ മാഷിൻ്റെ വിക്കറ്റ് എടുത്തത് അക്സർ പട്ടേലാണ്. അതും സൂപ്പറായിട്ടൊരു ബോളിംഗ് ആയിരുന്നു. വളരെ കണിശമായിട്ടുള്ള ലൈൻ ലെങ്തും കീപ്പ് ചെയ്തിട്ടാണ് അക്സർ പട്ടേൽ ഇന്ന് ബോൾ ചെയ്തത്. അതുപോലെ തന്നെ
നമ്മുടെ അലക്സ് കാരിയുടെ വിക്കറ്റ്. അലക്സ് കാരി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഹെൽപ്പ് ചെയ്തു, വളരെ സ്ലോ ആക്കി ആ മിഡിൽ ഫേസിൽ. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ റൺഷോ കുഴപ്പമില്ലാതെ പോകുമ്പോഴും അലക്സ് കാരി നല്ല രീതിയിൽ ബോൾ തിന്നു. അതുകൊണ്ട് തന്നെ പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. എനിക്കൊന്ന് കഴിഞ്ഞ മാച്ചിലും അലക്സ് കാരി അധികം റൺ എടുക്കാതെ പുറത്തായി. എനിക്കൊന്ന് അങ്ങനെ റൺ എടുക്കാതെ പുറത്തായതുകൊണ്ട് ഈ മാച്ചിൽ കളിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ജോഷ് ഇംഗ്ലീഷ് വന്നിട്ടും അലക്സ് കാരി തന്നെ കളിപ്പിച്ചു. ജോഷ് ഇംഗ്ലീഷ് കളിപ്പിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയായി അലക്സ് കാരിയുടെ ആ ഒരു ഇന്നിങ്സ് മിഡിൽ ഓവേഴ്സിൽ. എന്തായാലും ഇന്ത്യക്ക് അത് ഗുണം ചെയ്തു. ഇന്ത്യ നന്നായിട്ട് ടൈറ്റ് ചെയ്തു, എനർജി ലെവൽസ് ഹൈ ആയിരുന്നു. സൂപ്പറായിട്ടുള്ളൊരു സ്കോറിലേക്ക് ഓസ്ട്രേലിയ ഒതുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് ചേസ് ചെയ്താൽ മതി. ഡീസൻ്റ് ആയിട്ട് വളരെ നോർമലായിട്ട് കളിച്ചാൽ തന്നെ ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ്. സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് ആവില്ല. അതും സാംബയെ മാത്രം നോക്കിയാൽ മതി. അതും സാംബയെ വളരെ സൂക്ഷിച്ച് കളിച്ചാൽ മതി. ബാക്കിയുള്ള സ്പിന്നേഴ്സ് എല്ലാം പാർട്ട് ടൈം സ്പിന്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈസി ആയിട്ട് വലിയ ചലഞ്ച് തരാനായിട്ട് ആ ഇനിഷ്യൽ ഫേസിലുള്ള സ്റ്റാർക്കിൻ്റെയും ഹേസൽവുഡിൻ്റെയും ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മിഡിൽ ഓവർ സാംബയും കൂടെ ഒന്ന് നോക്കി കളിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ സ്കോർ ചേസ് ചെയ്യാവുന്നതുള്ളൂ. ഇന്ത്യ ചേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യക്ക് ഒരു ആശ്വാസ ജയം തന്നെയായിരിക്കും ഇത് ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. 2020 പോകുമ്പോൾ ഒരു ആത്മവിശ്വാസത്തോടെ പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈറ്റ് വാഷ് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യക്ക് സാധിക്കട്ടെ, ഇത് ചേസ് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഉള്ള റിവ്യൂവിൽ കാണുന്നതുവരെ ബൈ.